ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ സിദ്ധി ഇഷ്ക് എന്ന ഹിന്ദി സീരീസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനി ഉണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് വലിയ ശമ്പളം, കാർ, വീട് എന്നൊക്കെ പറഞ്ഞ് വളരെ വലുതായി തോന്നുമെങ്കിലും ആ കോർപ്പറേറ്റ് കമ്പനിക്കുള്ളിൽ ഒരു വിപരീത സംഭവം നടക്കുന്നുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അതേ കമ്പനിയിലുള്ള ഒരാൾ കാരണം പല അതിക്രമങ്ങളും പല ക്രൂരതകളും നടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സ്ത്രീകൾ ഗർഭിണികളായിട്ടുണ്ട്. ചില സ്ത്രീകൾ ആ വ്യക്തിയോടൊപ്പം ഒന്നിച്ചുള്ള വീഡിയോ ഒക്കെ വെച്ച് ആ സ്ത്രീകളെ അയാൾ ഭീഷണിപ്പെടുത്തി ഈ വിവരം പുറത്തു പറയാതെ തന്നെ മറച്ചു വെക്കും. അങ്ങനെയുള്ള കോർപ്പറേറ്റ് കമ്പനിക്കുള്ളിലേക്കാണ് നമ്മുടെ നായികയായ മെഹുൽ എന്നൊരു പാവം പെൺകുട്ടി ഒരു വലിയ ജോലി അന്വേഷിച്ചും അവിടെ ഈ നിഗൂഢമായ സംഭവങ്ങളൊക്കെ സ്ത്രീകൾക്ക് ആരാണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനും വരുന്നത്. അതിനുശേഷം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടെ കാത്തിരിക്കുന്ന ട്വിസ്റ്റ് എന്താണ്, ശരിക്കും നമ്മുടെ നായിക എന്തിനാണ് അവിടെ വന്നത് എന്നൊക്കെ വളരെ മനോഹരമായ ഒരു പ്രണയകഥയോടൊപ്പം പറഞ്ഞിരിക്കുകയാണ്. സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സീരീസിലേക്ക് കടക്കാം. സീരീസിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ നായികയായ മെഹുലിനെയാണ് കാണിക്കുന്നത്. തുടങ്ങുമ്പോൾ തന്നെ അവളിപ്പോൾ ഭയങ്കരമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ കാമുകനിൽ നിന്ന് അവൾ ക്രൂരമായി അടി വാങ്ങുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ മെഹുലിന്റെ മുന്നിലേക്ക് ശേഖർ എന്ന പേരുള്ള ഒരാൾ വരുന്നുണ്ട്. ആ ശേഖരനെ നോക്കി മെഹുലും, എടാ ശേഖരൻ, ഞാൻ നിന്നോട് എൻ്റെ പ്രണയം പറഞ്ഞപ്പോൾ നിനക്ക് എന്നെ സ്നേഹിക്കായിരുന്നില്ലേ? നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പോൾ ഇവൻ്റെ അടുത്ത് ഞാൻ പെട്ടത്? എത്രത്തോളം കഷ്ടപ്പാടുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് നോക്ക് എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മെഹുൽ ആരെയാണ് പ്രണയിച്ചത്, അവളുടെ ജീവിതം ഇങ്ങനെ മാറി, അവൾ ശരിക്കും എവിടെയാണ് ജോലി ചെയ്തത് എന്നൊക്കെയാണ് ഇപ്പോൾ ഈ കഥയിൽ കാണാൻ പോകുന്നത്. ഒരു 6 വർഷം മുമ്പാണ് ഈ കഥ കാണിക്കുന്നത്, 2019. അന്ന് നമ്മുടെ നായിക മെഹുൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് 2 കൂട്ടുകാരികളുണ്ട്. ക്ലാസ് കട്ട് ചെയ്തിട്ട് അങ്ങനെ രസമായിട്ട് നാട്ടിലൂടെ നടന്നു പോകുമ്പോൾ അതേ നാട്ടിൽ ശേഖർ എന്നൊരാൾ കൊടിയൊക്കെ പിടിച്ച് സമരം ചെയ്യുന്നത് മെഹുലും അവളുടെ ഫ്രണ്ട്സും കാണുന്നുണ്ട്. നമ്മുടെ മെഹുലിന് ഈ ശേഖരനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. എന്താ ശേഖരൻ ഇവിടെയുള്ളത് എന്ന് പറഞ്ഞിട്ട് അവരും ആ സമരത്തിൽ പോയി പങ്കെടുക്കുന്നു. അതൊരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. സ്ത്രീകൾക്ക് നേരെ ഒരുപാട് അതിക്രമങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊരു മോചനം വേണം എന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കൂട്ടത്തിലേക്ക് വരുന്ന ഒരു അജ്ഞാതനായ വ്യക്തി, നീ എന്തിനാടാ പെണ്ണുങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ച് അവിടെ നമ്മുടെ ശേഖരനെ തല്ലാണ്. അതോടെ ആ കൂട്ടവും പിരിഞ്ഞു പോകുന്നു. ഇപ്പോൾ അതേ സമരത്തിന് വന്ന നമ്മുടെ നായിക മെഹുലിനെയും കൂട്ടി ശേഖർ അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ നായികയുടെ സ്വന്തം നാട്ടിൽ തന്നെയാണ് ശേഖർ ഉള്ളത്. ഈ ശേഖർ ഒരു ടീച്ചറാണ്. ഏതോ സ്കൂളിലോ കോളേജിലോ ആണെന്ന് വിചാരിക്കരുത്, നാട്ടിൽ ട്യൂഷൻ എടുക്കുന്ന ആളാണ്. നമ്മുടെ മെഹുൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ കണക്ക് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്കിടെ ഈ ശേഖറിന്റെ വീട്ടിൽ വന്ന് പഠിക്കുന്നത് പതിവാണ്. അങ്ങനെ ഈ ശേഖറിന്റെ സ്വഭാവമൊക്കെ കണ്ട് ആ പ്രായത്തിൽ തന്നെ നമ്മുടെ നായികയ്ക്ക് ഈ ശേഖറിനോട് പ്രണയം തോന്നുന്നുണ്ട്. എന്നാലും ഈ പ്രണയം പുറത്തു പറയാൻ കഴിയാതെ ടീച്ചറെ പ്രണയിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ ബഹുമാനത്തോടെ ശേഖർ ചേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നായിക വിളിക്കുന്നത്. പിന്നെ ശേഖരേട്ടൻ എപ്പോഴാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് നായിക ചോദിക്കുമ്പോൾ, നീ എന്തിനാ ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നത് എന്ന് ശേഖർ മറയ്ക്കാൻ നോക്കാണ്. അല്ല, നിങ്ങളുടെ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതാണ് ഒരു പക്ഷെ കല്യാണം കഴിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞ് അവളും അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ റോഡിലൂടെ പോകുന്ന ചില യുവാക്കൾ നമ്മുടെ നായികയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് നിന്ന് വളരെ സുരക്ഷിതമായി നമ്മുടെ ശേഖർ തന്നെയാണ് മെഹുലിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇപ്പോൾ ശേഖറിനോടൊപ്പം ഉള്ളത് നമ്മുടെ നായികയ്ക്ക് വലിയൊരു സുരക്ഷിതത്വം തോന്നുന്നുണ്ട്. കട്ട് ചെയ്താൽ ഈ കഥ 2025 വരികയാണ്, അതായത് പ്രസന്റിലേക്ക് വരുന്നു. ഇപ്പോൾ നമ്മുടെ നായിക സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകളായി നമ്മുടെ നായികയ്ക്ക് ഒരുപാട് ദുസ്വപ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് സമാധാനമായി അവൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ തന്നെ കഴിയുന്നില്ല. അങ്ങനെ അവളും ബെഡിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നത് അവളുടെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നും അതേ ദുസ്വപ്നമാണോ? പേടിക്കണ്ട എന്ന് പറഞ്ഞാണ് സ്വന്തം മകളെ ജോലിക്ക് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മുടെ നായികയും ടെറസിൽ വന്ന് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ നായികയ്ക്ക് കരാട്ടയൊക്കെ അറിയാം, അതും അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നായികയ്ക്ക് ഒരു അനിയനുണ്ട്. എപ്പോഴും ചേച്ചിയുടെ അടുത്തുനിന്ന് കാശ് വാങ്ങി അതിലെന്തെങ്കിലും ഓർഡർ ചെയ്ത് തിന്നുക എന്നതാണ് അവന്റെ പണി. ഇപ്പോൾ നമ്മുടെ നായികയും അമ്മയോടും അച്ഛനോടും ജോലിക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൽക്കട്ടയിലുള്ള ഒരു ബസ്സിൽ കയറുന്നു. അപ്പോൾ നമ്മുടെ നായികയുടെ അടുത്ത് വന്ന് അതേ ശേഖർ ഇരിക്കുകയാണ്. അയ്യോ ശേഖർ, ഞാൻ നിങ്ങളോട് എത്ര തവണ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വിട്ടുപോയിട്ട് 3 വർഷം ആവുന്നുണ്ട്, എന്നിട്ടും എന്തിനാ ശല്യം ചെയ്യുന്നത്, എവിടെ നിന്ന് പോവെന്ന് പറഞ്ഞ് നായിക സംസാരിച്ചുകൊണ്ട് പോവാണ്. അത് തന്നെ അടുത്തുള്ള ആൻറ്റി ഒരു മാതിരി നോക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ നായികയുടെ അടുത്ത് ആരുമില്ല. അവളിപ്പോൾ ശേഖറിനെ സങ്കല്പിച്ച് തനിയെ സംസാരിച്ചുകൊണ്ട് പോവാണ്. അതുകൊണ്ടാണ് ആ ആൻറ്റി അങ്ങനെ നോക്കിയത്. ഇപ്പോൾ കഥ തിരികെ 2019 പോവാണ്. നമ്മുടെ മെഹുൽ അവളുടെ ഫ്രണ്ട്സിനോടൊപ്പം ഇരുന്ന് ശേഖറുണ്ടല്ലോ, അയാൾക്ക് ഒരുപാട് കത്തുകൾ എഴുതാണ്, അതായത് പേരില്ലാത്ത കത്തുകൾ. അദ്ദേഹത്തെ സ്നേഹിക്കുന്നതായി കാണിച്ച് അങ്ങനെ അദ്ദേഹത്തിന് തന്നെ അറിയാതെ ട്യൂഷന് പോകുമ്പോൾ അവന്റെ വീട്ടിൽ വെച്ചിട്ട് പോരും.
അങ്ങനെ ഈ കത്ത് അവിടെ വെക്കാൻ വേണ്ടി ശേഖറിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ശേഖറിന്റെ അമ്മയെ കാണുന്നു. ശേഖറിന്റെ അമ്മ നമ്മുടെ നായികയുടെ ഒരു നല്ല ഫ്രണ്ടാണ്. മുകളിൽ എന്റെ മോൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദയവായി ഡിസ്റ്റർബ് ചെയ്യരുത്, അവൻ ഒരുപാട് നാളായി ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച യൂണിക്കോൺ കമ്പനിയിലാണ് അവൻ ഇന്റർവ്യൂ എന്ന് നമ്മുടെ നായികയോട് പറഞ്ഞാലും നമ്മുടെ നായിക അതൊന്നും ചെവിക്കൊള്ളാതെ നേരെ മുകളിലേക്ക് വന്ന് വാതിലിൽ മുട്ടാൻ തുടങ്ങുന്നു. മറുവശത്ത് ശേഖറും അവിടെ നടക്കുന്ന ഇന്റർവ്യൂവിൽ വീഡിയോ കോളിൽ ഒരു പെൺകുട്ടിയോട് തന്റെ പ്രസന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നായിക വാതിൽ തുറന്ന് ഉള്ളിൽ വന്നുകൊണ്ട് ആ പ്രസന്റേഷൻ ശരിയായി ചെയ്യാൻ പോലും കഴിയാതെ അതവിടെ കോളാവുകയാണ്. കട്ട് ചെയ്താൽ ഇപ്പോൾ കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ആനന്ദ് എന്ന പേരുള്ള ഒരു പയ്യനെയാണ് കാണിക്കുന്നത്. ഈ ആനന്ദ് ആരാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ നായികയെ വൺ സൈഡായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്. അങ്ങനെ നമ്മുടെ നായികയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. നമ്മുടെ നായിക ഇപ്പോൾ ജോലി ചെയ്യുന്ന അതേ കമ്പനിയിലാണ് ഈ പയ്യനും ജോലി ചെയ്യുന്നത്. അന്ന് ഇവർ രണ്ടുപേരും ഓഫീസിലേക്ക് വരുമ്പോൾ ഒരു വലിയ ഞെട്ടലാണ് ഉണ്ടാകുന്നത്. അവരുടെ ഓഫീസിൽ പുതുതായി ഒരു മാഡം വന്നിട്ടുണ്ട്. അവരുടെ പേര് മൗഷ്മി. ഇപ്പോൾ ആ കമ്പനിയുടെ മാനേജറും ആ മാഡത്തെ ഓഫീസിന് നടുവിൽ കൊണ്ടുവന്ന് ഇവരെവിടെ നിന്നാണ് വന്നതെന്ന് അറിയാമോ, ഇവിടെയുള്ള യൂണിക്കോൺ എന്ന വലിയ കമ്പനിയിൽ നിന്നാണ് നമ്മുടെ ഈ ചെറിയ കമ്പനിയിലേക്ക് വന്നിരിക്കുന്നത്. ഇതിനുശേഷം ഇവരാണ് നിങ്ങളെല്ലാവരെയും ഗൈഡ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ആ മാഡത്തെ നോക്കുന്ന നായികയ്ക്കും ഒരു വലിയ ഞെട്ടൽ കാത്തിരിക്കുന്നുണ്ട്. ഒരു 5 വർഷത്തിന് മുമ്പ് ശേഖറിന്റെ വീട്ടിൽ അവൾ പോയപ്പോൾ ശേഖറിനെ വീഡിയോ കോളിൽ ഒരാൾ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നില്ലേ, അത് ഈ മാഡം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മാഡത്തിനോട് ശേഖറിനെ പറ്റി എന്തോ കാര്യം നമ്മുടെ നായിക സംസാരിക്കണമെന്ന് കരുതാണ്. അങ്ങനെ അവരുടെ റൂമിലേക്ക് വന്നിട്ട് നിങ്ങൾ ആദ്യം ആ വലിയ കമ്പനി യൂണിക്കോൺ വിട്ടിട്ട് ഇവിടെ എന്തിനാണ് വന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു. എന്നാൽ ആ മാഡം ശരിയായി മുഖം കൊടുത്ത് മറുപടി പറയുന്നില്ല. അതെന്റെ ഇഷ്ടം, ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് നായികയെ അപമാനിക്കുന്നു. ഇതിൽ നായികയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അതേസമയം നമ്മുടെ ശേഖറിന്റെ അമ്മയെ കാണിക്കുന്നുണ്ട്. ശേഖറിന്റെ അമ്മയെ നമ്മുടെ നായികയും അവളുടെ അനിയനുമാണ് നോക്കുന്നത്. നായിക ദിവസവും രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് പോകും. അങ്ങനെ ആ ഭക്ഷണം ഉണ്ടാക്കിയതും നായികയുടെ അനിയനാണ് ശേഖറിന്റെ അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ചില കടക്കാർ വരുന്നു. ആ അമ്മയോട് നിങ്ങളുടെ പയ്യൻ ശേഖർ വാങ്ങിയ കടത്തിന് പകരമായി ഈ വീട് ഞങ്ങളുടെ പേരിൽ എഴുതി തരണം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന പോലെ സംസാരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ശേഖറിന്റെ അമ്മ കിടപ്പിലാണ്. ഇപ്പോൾ അവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ്. മറുവശത്ത് നമ്മുടെ നായിക ഓഫീസിലിരിക്കുമ്പോൾ അവൾക്ക് അവളുടെ അനിയൻ കോൾ ചെയ്തിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളെ പറ്റി പറയുന്നു. നമ്മുടെ നായിക അവിടെ വന്നിട്ട് ആ കടക്കാരോട് നിങ്ങളുടെ കടം ഞാൻ തീർക്കാം, ശേഖറിന്റെ അമ്മയെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പോവാണ്. ആ സംസാരം കേട്ട് ആ കടക്കാരും അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെയും നമ്മുടെ നായിക ജോലിക്ക് വരികയാണ്. അപ്പോൾ അവരുടെ കമ്പനിയുടെ അടുത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനി ഉണ്ടെന്ന്, പേര് യൂണിക്കോൺ. ആ കമ്പനി ഉണ്ട്. എപ്പോഴും ആ കമ്പനി കടന്നു പോകുന്ന എല്ലാവരും ഇവിടെ ജോലി കിട്ടില്ലേ എന്ന് വായ പൊളിച്ച് നോക്കി നിൽക്കും. അങ്ങനെയാണ് നമ്മുടെ നായികയും അവിടെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ആ കമ്പനിയുടെ മുതലാളി അവിടെ വരുന്നുണ്ട്. അയാൾക്ക് ഭയങ്കരമായ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെ ആദ്യം ആ മുതലാളിയുടെ വലം കൈയായ രാഗ എന്നൊരാൾ താഴെ ഇറങ്ങുന്നു. അതിനുശേഷം സിദ്ധാർത്ഥ് എന്ന ആ മുതലാളി ഇറങ്ങുന്നു. ഇതും നായിക നോക്കി നിന്നിട്ട് തന്റെ ഫ്രണ്ട് ആ ആനന്ദനോടൊപ്പം അവിടെ ഓഫീസിലേക്ക് വരികയാണ്. മറുവശത്ത് നമ്മുടെ നായികയും തന്റെ ഓഫീസിലേക്ക് പുതുതായി വന്ന ആ മൗഷ്മി മാഡത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അവരിൽ നിന്ന് എന്തോ ഒരു സത്യം അറിയണമെന്ന് കരുതുന്നു. അത് കണ്ടുപിടിക്കുന്ന അവരും നിനക്ക് എന്താ പ്രശ്നം, എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാഡം ഞാൻ ഓപ്പണായി തന്നെ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് ശേഖറിനെ പറ്റി അറിയാലോ, 2019 നിങ്ങൾ തന്നെയല്ലേ അവനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നത്, ആ ശേഖരനെ പറ്റിയാണ് അറിയേണ്ടത് എന്ന് അവൾ അവിടെ ചോദിക്കുകയാണ്. എന്നാൽ മറുപടിയായി ആ മാഡം ശേഖറിനെ പറ്റി അറിയണമെന്ന് കരുതണ്ട, അവൻ കാണാതായവനാണ്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെ സത്യം പറഞ്ഞാൽ നീ താങ്ങില്ല എന്ന് പറഞ്ഞു പോവാണ്. ഇതിൽ നമ്മുടെ നായികയുടെ മനസ്സൊന്ന് പെടയുന്നുണ്ട്. എന്താ ഈ പറയുന്നത് മാഡം, ശേഖരേട്ടന് എന്താണ് പറ്റിയത്, അവൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒരു 2 വർഷത്തിന് മുമ്പ് ഈ ശേഖർ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറി എന്നൊരു കേസ് കൊടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്തതാണ് എനിക്ക് ഓർമ്മയുള്ളത്, അതിനപ്പുറം വേറൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ആ മാഡം അവിടെ നിന്ന് പോവാണ്. ഇത് നമ്മുടെ നായികയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശേഖറാണ് നമുക്കൊരു അധ്യാപകനായി, ഒരു ഗൈഡായി, എന്തിനേറെ ഒരു അച്ഛനായി തന്നെ ഉണ്ടായിരുന്നത്. അയാള് ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്നോ, സ്ത്രീകൾക്ക് വേണ്ടിയൊക്കെ സമരം ചെയ്ത ആളല്ലേ അയാൾ, ഇത് തീർച്ചയായിട്ടും സത്യമായിരിക്കില്ല എന്ന് അവൾ കരുതുന്നു. അങ്ങനെ ചില വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നമ്മുടെ നായിക അപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാവിലെ നമ്മുടെ നായികയുടെ അമ്മ വന്ന് അവളുടെ വാതിൽ വേഗത്തിൽ മുട്ടുകയാണ്. എന്താ പ്രശ്നം, എന്താ ഇങ്ങനെ മുട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ശേഖറിന്റെ വീട്ടിൽ പോയി നോക്കടി, ശേഖരേട്ടൻ അവന്റെ ജീവിതം അവസാനിപ്പിച്ചു, അയാൾ കയറിൽ തൂങ്ങിയടി എന്ന് പറയുന്നു. ഇത് നമ്മുടെ നായികയ്ക്ക് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല. തകർന്നു പോവാണ് അവള്. അതിനുശേഷം കരഞ്ഞുകൊണ്ട് ശേഖറിന്റെ വീട്ടിലേക്ക് പോവാണ്. അതെ, നമ്മുടെ നായിക വൺ സൈഡായി പ്രണയിച്ചുകൊണ്ടിരുന്ന ആ ശേഖർ ചില വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. പക്ഷെ അവൻ എന്തിനാണ് അവന്റെ ജീവിതം ഇങ്ങനെ അവസാനിപ്പിച്ചത്, അവൻ എന്താണ് സംഭവിച്ചത് എന്ന് ഇതുവരെയും നമ്മുടെ നായികയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഥ ഇപ്പോൾ പ്രസന്റിലേക്കാണ് വരുന്നത്. നമ്മുടെ നായിക ഇന്നലെ രാത്രി ആ പുതുതായി ജോലിക്ക് വന്ന മാഡത്തിനോട് പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ലേ, അതുകൊണ്ട് അവരുടെ മാനേജർ ദേഷ്യപ്പെട്ട് നമ്മുടെ നായികയെ ആ ഓഫീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടാണ്.
ഇതിൽ നായികയ്ക്ക് ദേഷ്യം വന്നിട്ട് ആ മാഡം ഉണ്ടല്ലോ അവരുടെ കാറിന്റെ ഗ്ലാസും അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് നായികയെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ സ്റ്റേഷനിലാക്കിയിരിക്കുകയാണ്. എങ്ങനെയോ നായികയുടെ ഫ്രണ്ട് ആ ആനന്ദ് ഉണ്ടല്ലോ അയാൾ അവിടെ വരികയാണ്. അയാൾക്ക് പരിചയമുള്ള ഒരു പോലീസുകാരനെ ഫോൺ ചെയ്ത് അവിടെ നിന്ന് നമ്മുടെ നായികയും പുറത്തിറക്കിക്കൊണ്ട് വരികയാണ്. നായികയും ആനന്ദനോട് തൽക്കാലം എൻ്റെ ജോലി പോയ കാര്യം എൻ്റെ വീട്ടിൽ പറയണ്ട, വേറൊരു ജോലി ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നിന്ന് നേരെ ആ ശേഖരേട്ടൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ എന്തിനാണ് നമ്മുടെ നായിക ഈ ശേഖരേട്ടൻ്റെ അമ്മയെ നോക്കുന്നതെന്ന്. അങ്ങനെ അവരുടെ അമ്മയ്ക്കും ഭക്ഷണം എല്ലാം കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അപ്പോഴാണ് ശേഖരേട്ടനോട് 2019 ഈ ഒരു സംസാരിച്ചൊക്കെ ഓർമ്മ വരുന്നത്. അന്ന് അവർ ശേഖരേട്ടനോട് പറഞ്ഞിരുന്നു, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, നമുക്ക് രണ്ടുപേർക്കും ഒരേ വർഷത്തിൽ തന്നെയായിരിക്കും കല്യാണം നടക്കുന്നത് എന്ന് ഇവർ മനസ്സിൽ പ്രണയം വെച്ചുകൊണ്ട് അങ്ങനെ വളഞ്ഞ വഴിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഖരേട്ടനും നമ്മുടെ നായികയ്ക്കും നമ്മുടെ മേൽ എങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അവൾ ചെറിയ കുട്ടിയാണെന്ന് കരുതി അവനത് കാഷ്വലായി വിടും. ഇപ്പോൾ പ്രസന്റിൽ നമ്മുടെ നായിക ശേഖറിന്റെ വീട്ടിലിരിക്കുമ്പോൾ അവന്റെ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു വീഡിയോ ഉണ്ട്. കൃത്യം 2020 ഈ ശേഖർ സാവന്തിക എന്നൊരു പെൺകുട്ടിയോടൊപ്പം ഉള്ളതും അവരെല്ലാവരും യൂണിക്കോൺ എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നതായി ആ വീഡിയോയിലുണ്ട്. സത്യത്തിൽ ഈ ശേഖർ 2020 ആ സാവന്തിക എന്ന പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു. അതിപ്പോ നമ്മുടെ നായിക ആലോചിച്ച് നോക്കുകയാണ്. ഒരുപക്ഷെ ആ സാവന്തികയെ കണ്ടുപിടിച്ചാൽ എന്താണ് ശേഖരേട്ടന് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാം എന്ന് കരുതി നേരെ ആ സാവന്തികയുടെ വീട്ടിലേക്ക് വന്ന് നോക്കുകയാണ്. അവിടെയും സാവന്തികയുടെ അച്ഛനും അമ്മയും ഞങ്ങളുടെ മോള് 4 വർഷമായി വീട്ടിലേക്കേ വന്നിട്ടില്ല. 4 വർഷത്തിന് മുമ്പ് അവൾ കല്യാണം കഴിച്ച് ഏതോ പുറം നാട്ടിലേക്ക് പോയി. അതിനുശേഷം വീട്ടിലേക്കേ വന്നിട്ടില്ല. ഞങ്ങളും അവൾക്ക് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവൾ ആരെയാണ് കല്യാണം കഴിച്ചത്? അവൾ ശേഖരേട്ടനെയല്ലേ പ്രണയിച്ചത് എന്നൊക്കെ നായിക ചോദിക്കുന്നുണ്ട്. അവൾ ശേഖരനെ തന്നെയാണ് സ്നേഹിച്ചത്, പക്ഷെ അവനെ കല്യാണം കഴിച്ചില്ല, വേറൊരാളെയാണ് കല്യാണം കഴിച്ചത്. ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതാണ് അവൾ കല്യാണം കഴിഞ്ഞ ഉടനെ എങ്ങോട്ടേക്ക് പോയത്. നിനക്ക് അവളെ പറ്റി അറിയണമെങ്കിൽ അവൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവളുടെ പേര് പൂർണിമ എന്നാണ്. അങ്ങനെ ആ പൂർണിമയുടെ നമ്പർ വേണമെങ്കിൽ തരാം, അവളോട് തന്നെ ചോദിച്ച് സാവന്തിക എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ സാവന്തികയുടെ അച്ഛനും അമ്മയും പൂർണിമയുടെ നമ്പർ കൊടുക്കുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ മോള് സാവന്തികയെ നീ കണ്ടുപിടിച്ചാൽ ഒരു തവണ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറയാമോ? ഞങ്ങളുടെ മോളെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് അവളുടെ അച്ഛനും അമ്മയും പറയുന്നു. അങ്ങനെ പൂർണിമയ്ക്കും നമ്മുടെ നായിക കോൾ ചെയ്യാണ്. നിങ്ങൾക്ക് സാവന്തികയെ പറ്റി അറിയാമോ? അവൾ എവിടെയുണ്ടെന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അവരും പെട്ടെന്ന് പേര് കേട്ടതും ഷോക്കായി ഫോൺ കട്ട് ചെയ്യുന്നു. ഇപ്പൊ വീണ്ടും ഫോൺ ചെയ്ത് മാഡം ഒരേ ഒരു ഹെൽപ്പ് മാത്രം ചെയ്യ്, എനിക്ക് സാവന്തിക എവിടെയാണുള്ളതെന്ന് അറിയണം, എന്നാലേ ശേഖരനെ കണ്ടുപിടിക്കാൻ കഴിയൂ എന്ന് വീണ്ടും നമ്മുടെ നായിക പറയുമ്പോൾ ഇപ്പൊ വീണ്ടും പൂർണിമ ഭയന്നിട്ട് പോയി ഫോൺ കട്ട് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് തന്നെ ചെയ്യുന്നു. ഈ ആശയക്കുഴപ്പത്തോടെ തന്നെ നമ്മുടെ നായിക അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നായികയുടെ ഫ്രണ്ട് ആനന്ദ് വന്ന് കാണാണ്. നിനക്ക് ജോലി ഒരു സ്ഥലത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഏതാണ് സ്ഥലം എന്നറിയാമോ? ഇവിടെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ യൂണിക്കോൺ കമ്പനിയിൽ തന്നെ. നാളെ ഇന്റർവ്യൂവിന് പോയി നന്നായി ചെയ്യ് എന്നിവിടെ ആനന്ദ് പറയാണ്. അപ്പോഴും നമ്മുടെ നായികയുടെ മുഖം അവിടെ വാടിയാണ് ഇരിക്കുന്നത്. ഇനിയും എന്തിനെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശേഖരനെ പറ്റിയാണെന്ന് നായിക പറയുന്നു. അമ്പോ ആ ശേഖർ ഇന്ത്യയുടെ വലിയ ആളാണല്ലോ, എപ്പോഴും അവനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ എന്ന് പറഞ്ഞ് ആനന്ദ് അവിടെ ഭയങ്കരമായി കളിയാക്കുന്നു. ഇവിടെ നമ്മുടെ നായിക അവരുടെ വീട്ടിലിരിക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. നാളെ ഡാർജിലിംഗിലുള്ള മാൾ റോഡിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് മീറ്റ് ചെയ്യാം എന്നൊരു മെസ്സേജ്. അത് കണ്ടതും നായിക തീർച്ചയായിട്ടും ശേഖരേട്ടനുമായി ബന്ധപ്പെട്ട് ആരോ നമ്മളോട് എന്തോ ഒരു വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഡാർജിലിംഗിലേക്ക് വരാൻ പറയുന്നത് എന്ന് കരുതി ഉടനെ ഡാർജിലിംഗിലേക്ക് പോകണമെന്ന് കരുതാണ്. അവളുടെ ഫ്രണ്ട് ആനന്ദിനെ കോൾ ചെയ്തിട്ട് ഡാർജിലിംഗിലേക്ക് ടിക്കറ്റ് എടുത്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ വിവരം പറയുന്നു. എന്താണെന്നറിയാതെ ഡാർജിലിംഗിലേക്ക് പോവാമോ? നിനക്ക് എന്ത് സുരക്ഷയുണ്ട് അവിടെ? ശരി, ഞാനും നിന്റെ കൂടെ വരാം, അല്ലെങ്കിൽ നീ ഡാർജിലിംഗിലേക്കേ പോവണ്ട എന്ന് ആനന്ദ് അവിടെ പറയാണ്. ഇപ്പോൾ അതിനും സംബന്ധിച്ച് അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായികയും ആനന്ദും രണ്ടുപേരും ഡാർജിലിംഗിൽ എത്തുന്നു. അങ്ങനെ ഒരു കാറ് വാടകയ്ക്കെടുത്ത് നേരെ ആ മോൾ റോഡിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നായികയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. വളരെ ഡേഞ്ചറാണ്, നിങ്ങൾ ആ മോൾ റോഡിലേക്ക് വരണ്ട, തിരികെ പൊക്കോ എന്ന ആ മെസ്സേജിലുണ്ട്. ഇതും ആനന്ദിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തിരികെ പോവാം, എന്തോ റിസ്ക് ഉണ്ടെന്ന് തോന്നുന്നു എന്ന് ആനന്ദ് പറയുന്നുണ്ട്. കൽക്കട്ടയിൽ നിന്ന് ഇത്രയും ദൂരം വന്നില്ലേ, നമുക്ക് ഒരു തവണ മാൾ റോഡിൽ പോയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പോവാം എന്നവൾ റിസ്ക് എടുത്ത് പറയുന്നു. ആ മോൾ റോഡിലേക്കും എത്തുന്നുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിയാവുന്നുണ്ട്. ആ മോൾ റോഡിലും ഭയങ്കര തിരക്കാണ്. നമ്മുടെ നായികയോ സ്വന്തം ഫ്രണ്ട് ആനന്ദിനോട് എൻ്റെ കൂടെ വരണ്ട, നീ എന്നെ ഫോളോ ചെയ്തു വാ, ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞ് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ കയ്യിൽ കഫേയുടെ പേര് എഴുതിയ ഒരു ചെറിയ തുണ്ട് കടലാസ് ആരോ ഒരാൾ കൊടുത്തിട്ട് പോകുന്നു. ഇപ്പോൾ അവളും ആ കഫേയിലേക്ക് ഓടി വരികയാണ്. അവിടെ ആ കഫേയിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. ആ കൂട്ടത്തിന് നടുവിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ രാഗ എന്ന് പറയുന്ന ഒരു വലിയ ഗുണ്ടയുണ്ട്. ഈ രാഗയെ മുമ്പ് നമ്മുടെ നായിക കണ്ടിട്ടുണ്ടല്ലോ. അത് എവിടെയാണെന്ന് വെച്ചാൽ ഇവരൊരു ദിവസം ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ ആ യൂണിക്കോൺ കമ്പനിയെ നോക്കി നിന്നില്ലേ, അപ്പോൾ ആ കമ്പനിയുടെ മുതലാളി താഴെ ഇറങ്ങുമ്പോൾ അയാളുടെ വലം കൈയായി അയാളോടൊപ്പം വന്ന ആളാണ് ഈ രാഗ.
ഇപ്പോൾ അതും നമ്മുടെ നായിക അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ആ രാഗ കാണുന്നുണ്ട്. നീ ആരാടി, ഞങ്ങളുടെ ഫോട്ടോ എന്തിനാ എടുക്കുന്നത് എന്ന് പറഞ്ഞ് നായികയെ പിടിക്കാൻ വരുന്നു. ഇപ്പോൾ നായികയും അവിടെ നിന്ന് തൻ്റെ ഫ്രണ്ട് ആനന്ദിനോടൊപ്പം വേഗം ഓടുകയാണ്. എങ്ങനെയോ അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് അവർ വന്ന കാറിൽ അവിടെ നിന്ന് പോകുന്ന ഇപ്പോൾ കൽക്കട്ടയിലേക്കും തിരിച്ചെത്തുന്നു. ഇപ്പോൾ അടുത്ത ദിവസവും നമ്മുടെ നായിക തൻ്റെ ഫ്രണ്ട് ആ ആനന്ദ് പറഞ്ഞ യൂണിക്കോൺ കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് വരികയാണ്. വളരെ കഴിവോടെ തന്നെ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അവിടെയുള്ള ഒരു പെൺകുട്ടി നായികയുടെ കഴിവ് കണ്ട് കുറച്ച് അസൂയ തോന്നിയിട്ട് നിനക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് കോൾ ചെയ്തിട്ട് പറയാം എന്ന് പറഞ്ഞ് നായികയോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. ഇപ്പോൾ നായിക അങ്ങനെ ആ യൂണിക്കോൺ കമ്പനി ചുറ്റി നടന്ന് കാണുകയാണ്. ഇവൾക്ക് എന്താണ് ഈ കമ്പനിയിൽ ചേരാൻ ഇത്ര ആഗ്രഹം ഉണ്ടായിരിക്കുക എന്ന് വെച്ചാൽ, ഇവൾ വൺ സൈഡായി പ്രണയിച്ച ആ ശേഖരേട്ടനില്ലേ, അയാൾ ഒരു 4 വർഷത്തിന് മുമ്പ് ഇതേ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ അവിടെ ഒരു ടേബിൾ നോക്കുകയാണ്. ആ ടേബിളിൽ ശേഖരേട്ടൻ മുൻപ് വർക്ക് ചെയ്തതായി അവൾ സങ്കല്പിക്കുന്നു. ഇപ്പോൾ അതേ കമ്പനിയിലുള്ള ഒരു ലിഫ്റ്റിൽ വന്ന് നമ്മുടെ നായിക കയറുന്നുണ്ട്. ഈ ലിഫ്റ്റ് നോക്കിയാൽ ഇത് ഡാർജിലിംഗിൽ കണ്ട ആ രാഗ എന്ന ഗുണ്ടയില്ലേ, അയാളും നിൽക്കുന്നുണ്ട്. ഭാഗ്യം, ആ ഗുണ്ടയ്ക്ക് ഇപ്പോൾ നമ്മുടെ നായികയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ ആ ഗുണ്ടയ്ക്ക് പിന്നിലായി ആ കമ്പനിയുടെ ഓണർ സിദ്ധാർത്ഥ് എന്ന ഒരാളുണ്ട്. അയാളും നമ്മുടെ നായികയോട് ലിഫ്റ്റിൽ കയറാൻ പറയുന്നുണ്ട്. എന്തിനാണ് ഞങ്ങളുടെ കമ്പനിയിൽ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയുള്ള സീക്രട്ട് മന്ത്രം അറിയാനാണ് എന്ന് നായിക പറയാണ്. സിദ്ധാർത്ഥ് ഞെട്ടുന്നുണ്ട്. അല്ല, ഈ കമ്പനി എത്രത്തോളം വിജയകരമായാണ് പോകുന്നത്, അത് മനസ്സിലാക്കിയിട്ട് അതിനെ ഇനിയും വിജയകരമാക്കാനാണ് ഇവിടെ ഒരു എംപ്ലോയി ആയി ഞാൻ ഇന്റർവ്യൂ കൊടുക്കാൻ വന്നത് എന്നവിടെ നമ്മുടെ നായിക പറയാണ്. നായികയുടെ വാക്കുകളിൽ ആ സിദ്ധാർത്ഥും ഇംപ്രസ്ഡ് ആവുന്നു. അതിനുശേഷം തന്റെ വലം കൈയായ ആ രാഗയെ മാറ്റി നിർത്തിയിട്ട് നായികയോട് വരാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് 1 മാസം ഈ കമ്പനിയിൽ ജോലി തരാണ്. ആ 1 മാസത്തിൽ നിങ്ങൾക്ക് മുകളിലുള്ള മാനേജറെ നിങ്ങൾ ഇംപ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ജോലി സ്ഥിരമാണ് എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ നായിക വിചാരിച്ചതുപോലെ ആ കമ്പനിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ രാത്രി തന്റെ ഫ്രണ്ട് ആനന്ദിനോട് നമ്മുടെ നായിക ഇരുന്ന്, നമ്മളെ ഡാർജിലിംഗിൽ നിന്ന് ഓടിച്ചു വിട്ട ആ രാഗ തന്നെയാണ് ഇപ്പോൾ ഞാൻ ജോലിക്ക് പോയ കമ്പനിയിലുള്ളത്. എനിക്ക് ഉറപ്പാണ് ആ കമ്പനിയിൽ എന്തോ ഒരു കാര്യം തെറ്റായി നടക്കുന്നുണ്ട്, അത് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നവൾ പറയുന്നു. ഇപ്പോൾ കഥ വീണ്ടും 2019 പോവാണ്. അന്ന് നമ്മുടെ നായിക ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അങ്ങനെ അവളുടെ കൂട്ടുകാരികളോടൊപ്പം അവൾ റൂമിലിരുന്ന് ഈ ആൺകുട്ടികളുടെ സ്മെല്ലിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആൺകുട്ടികൾ വലിക്കുന്ന ഒരു സിഗരറ്റ് പാക്കറ്റ് എടുത്ത്, ഇത് നമ്മൾക്കൊന്ന് ട്രൈ ചെയ്താലോ എന്നവർ റൂമിൽ വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്യാൻ നോക്കുമ്പോൾ ആ സമയം നോക്കി റൂമിലേക്ക് നമ്മുടെ ശേഖരേട്ടൻ വരികയാണ്. അവിടെ സിഗരറ്റ് പാക്കറ്റും കാണുന്നുണ്ട്. അയാൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. നിന്നോട് നന്നായി പഠിച്ച് നല്ല കോളേജിൽ ചേരാൻ പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഇതാണോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ നായികയെ വഴക്ക് പറയുന്നു. നായികയ്ക്കും അവിടെ കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. ശരി, ഞാൻ നിന്നോട് എന്തോ പറയാൻ വന്നു, മറന്നുപോയി. ഒരുപാട് നാളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് എനിക്ക് നിന്നോട് പറയണം. ഹോളി ദിവസം എൻ്റെ വീട്ടിലേക്ക് വാ, നിന്നോട് പറയാമെന്ന് പറഞ്ഞിട്ട് ശേഖർ അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ കട്ട് ചെയ്താൽ കഥ പ്രസന്റിലേക്ക് വരുന്നു. വീണ്ടും അതേ വലിയ കോർപ്പറേറ്റ് കമ്പനിയാണ് കാണിക്കുന്നത്. അങ്ങനെ നേരെ ആ കമ്പനിയുടെ ഓണറോട് തന്നെ സംസാരിച്ചതുകൊണ്ട് നമ്മുടെ നായികയും അവളുടെ ആദ്യത്തെ ദിവസത്തെ ജോലിക്ക് വരുന്നുണ്ട്. നമ്മുടെ നായികയെ ഇന്റർവ്യൂ ചെയ്ത ആ പെൺകുട്ടി താല്പര്യമില്ലാതെ നമ്മുടെ നായികയ്ക്ക് അവിടെ ഒരു ജോലി കൊടുക്കുന്നു. അവിടെ പല്ലവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവരും നമ്മുടെ നായികയുടെ അടുത്ത് വന്ന് പരിചയപ്പെട്ടിട്ട് അതിനുശേഷം നമ്മുടെ നായികയ്ക്ക് ഒരു നല്ല കൂട്ടുകാരിയായി മാറുന്നുണ്ട്. ഇപ്പോൾ രാത്രി നമ്മുടെ നായിക വീട്ടിലേക്ക് വരാണ്. അവിടെ തന്റെ അച്ഛൻ, അമ്മ, അനിയൻ എന്നിവരോട് തനിക്ക് പുതിയ കമ്പനിയിൽ ജോലി കിട്ടിയിരിക്കുന്നു എന്ന കാര്യവും പറയുന്നു. ഇത്ര പ്രധാനപ്പെട്ട കാര്യം ജോലി കിട്ടിയതിന് ശേഷമാണ് പറയുന്നത്. എത്രയാണ് സാലറി, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എല്ലാ ഡീറ്റെയിലും ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ നായിക ജോലി ചെയ്ത ആ പഴയ കമ്പനിയിൽ അവളുടെ ഫ്രണ്ട് ആനന്ദ് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആനന്ദിനെയും ആ കമ്പനിയിലേക്ക് പുതുതായി വന്ന ആ മാഡം വിളിക്കുന്നുണ്ട്. എന്താ 2 ദിവസമായി നിന്റെ ഫ്രണ്ട് മെഹലിനെ കാണാത്തത്? അവളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, തിരികെ ജോലിക്ക് വരാൻ പറ എന്ന് അവർ പറയാണ്. മാഡം, അവർ വിചാരിച്ചാലും ഇനി ഈ ജോലിക്ക് വരില്ല. അവളിപ്പോൾ യൂണിക്കോൺ കമ്പനിയിൽ പോയി ചേർന്നു, അവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇവരും ഞെട്ടിയിട്ട് അവൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തോ അവൾ മുൻപേ സ്നേഹിച്ച ആ ശേഖരനെ പറ്റി ചില വിവരങ്ങൾ അറിയാനാണ് ഇപ്പോൾ ആ കമ്പനിയിലേക്ക് പോയിരിക്കുന്നത് എന്ന് പറയുന്നു. എന്നോ മരിച്ചുപോയ ആ ശേഖരനെ പറ്റി ഇപ്പോൾ ഇവൾ എന്തിനാ ഇതൊക്കെ അറിയുന്നത് എന്ന് ആ മാഡം അവിടെ ദേഷ്യപ്പെടുമ്പോഴാണ് ആനന്ദിന് തന്നെ മനസ്സിലാവുന്നത് ശേഖർ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന്. അതിനുശേഷം ആ മാഡവും നിന്റെ ഫ്രണ്ട് ആ മെഹലിനോട് കുറച്ച് സുരക്ഷിതയായിരിക്കാൻ പറ, കാരണം അവളിപ്പോൾ ജോലിക്ക് കയറിയ ആ യൂണിക്കോൺ കമ്പനിയിൽ സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷയില്ല. ആ ഓഫീസിന്റെ ഉള്ളിൽ എന്ത് വേണമെങ്കിലും നടക്കാം, അവൾ അപകടത്തിലാണ് എന്നൊരു വാക്കും പറയുന്നു. ഇവിടെ നമ്മുടെ മെഹലും ആ പുതിയ ഓഫീസ് യൂണിക്കോണിലിരുന്ന് ആ മുതലാളിയെയും അയാളുടെ വലങ്കൈ ആ രാഗയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് നമ്മുടെ രാഗയുടെ മേൽ തന്നെയാണ് സംശയമുള്ളത്. അങ്ങനെ ആ രാഗ മുഴുവൻ സമയം ആ ഓഫീസിലാണ് ഉള്ളത്. എന്നാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മാത്രം എവിടെയോ പുറത്തു പോയിട്ട് വരികയാണ്. അങ്ങനെ അവൻ എവിടെയാണ് പുറത്തു പോകുന്നത് എന്ന് കണ്ടുപിടിക്കണമെന്ന് തന്റെ ഫ്രണ്ട് ആനന്ദിനോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആനന്ദും അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ആ ഓഫീസിന് മുന്നിലേക്ക് വരികയാണ്. അങ്ങനെ ആ രാഗ എവിടെയോ പുറത്തേക്ക് പോകുന്നത് കണ്ട് ഫോളോ ചെയ്ത് പോകുന്നു. ഈ രാഗ നേരെ അവിടെയുള്ളൊരു സ്കൂളിലേക്കാണ് വരുന്നത്. ആ സ്കൂളിൽ അവിടെ ഒരു സ്ത്രീ വരുന്നുണ്ട്. അവർക്കൊരു മകനുണ്ട്. ആ മകനെയും ആ രാഗ എടുത്തുയർത്തി കൊഞ്ചിച്ചിട്ട് അവനൊരു മിഠായി കൊടുത്തിട്ട് കുട്ടിയുടെ അമ്മയോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ കുട്ടിയുടെ അമ്മയും നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്കൊന്നും വരരുതെന്ന്, ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് ആ രാഗയോട് ദേഷ്യപ്പെട്ട് അവരവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ആനന്ദ് അവരുടെ ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ നേരെ നമ്മുടെ നായികയുടെ അടുത്ത് വന്ന് ആ ഫോട്ടോ കാണിക്കുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ആ രാഗയ്ക്ക് ഒരു കുടുംബം ഉണ്ടെന്ന് തോന്നുന്നു. ഏതോ രഹസ്യമായ ഒരു കുടുംബത്തെ വെച്ചിരിക്കുകയാണ്. ആ രാഗയുടെ ഭാര്യയ്ക്ക് അയാളെ ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ രാഗയെ പറ്റി ഇനിയും ഓഫീസിൽ അന്വേഷിക്കണം എന്ന് കരുതുന്നു. അങ്ങനെ ഓഫീസിൽ ഒരു വാച്ച്മാൻ ഉണ്ട്. അയാളോട് നായിക വന്നിട്ട് രാഗയെ പറ്റി ചോദിക്കുന്നുണ്ട്. രാഗ ഭയങ്കര ക്രൂരനാണ്. ആ രാഗയ്ക്ക് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അവനൊരു അനിയത്തിയുണ്ട്. അവന്റെ അനിയത്തിയുടെ കുട്ടിയെ കാണാനാണ് രാഗ ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് പോകുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രാഗ പാണ്ഡെ എന്ന് പറയുന്ന ഒരാളെ സ്വന്തം കൈകൊണ്ട് തന്നെ തല്ലിക്കൊന്നു. അതിൽ നിന്ന് ഈ രാഗയെ ഈ കമ്പനിയുടെ ഓണർ സിദ്ധാർത്ഥാണ് രക്ഷിച്ചത്. അതിനുശേഷം രാഗ സിദ്ധാർത്ഥിന്റെ വലങ്കയായി തന്നെ മാറി എന്നൊക്കെ ആ വാച്ച്മാൻ പറയുന്നു. അതേസമയം നമ്മുടെ നായികയുടെ ഫ്രണ്ട് ആനന്ദ് ആ സ്കൂളിൽ വന്ന് കാണുന്ന ചെറിയ കുട്ടി ആരാണെന്ന് അറിയാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ ചെറിയ കുട്ടിയുടെ ക്ലാസ് റൂമിൽ വന്ന് അവന്റെ നോട്ട്ബുക്സ് ഒക്കെ എടുത്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നായികയുടെ അടുത്ത് നിന്ന് കോൾ വരുന്നത്. എടാ, ആ രാഗ വളരെ മോശക്കാരനാണ്. അവനൊരാളെ കൊന്നിട്ടുണ്ട്. ഇതിനു മുകളിൽ അവനെ പറ്റി അറിയേണ്ട ഒരു ആവശ്യമില്ല. നീ അവിടെ നിന്ന് ഉടനെ പോരെ എന്ന് പറയുന്നു. അപ്പോഴാണ് ആ നോട്ട്ബുക്കിൽ ഈ ചെറിയ കുട്ടിയുടെ പേര് ഈ ആനന്ദ് വായിക്കുന്നത്. ആ കുട്ടിയുടെ പേര് വിനോദ് പാണ്ഡെ. അതായത് ഈ രാഗ ഒരാളെ കൊന്നു എന്ന് വാച്ച്മാൻ പറഞ്ഞിട്ടില്ലേ, ആ ഒരാൾ തന്നെ. സ്വന്തം അനീതിയുടെ ഭർത്താവിനെയാണ് കൊന്നിട്ടുള്ളത്. അത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോവാണ്. ഇപ്പോൾ കഥ ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. 2019 നമ്മുടെ നായികയെ ശേഖർ അവന്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നില്ലേ? അങ്ങനെ നായികയും ശേഖർ പ്രപ്പോസ് ചെയ്യാൻ പോവാണെന്ന് കരുതി പല സ്വപ്നങ്ങളുമായി ശേഖറിന്റെ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ അവിടെ ശേഖറും നമ്മുടെ നായികയുടെ മുന്നിൽ അയാൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സാവന്തിക എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് പരിചയപ്പെടുത്താണ്. ഇവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നവിടെ പറയാണ്. ഇതിൽ നായികയുടെ ഹൃദയം തകർന്നു പോയി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടുന്നതായി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കഥ പ്രസന്റിലേക്കാണ് വരുന്നത്. നമ്മുടെ നായികയുടെ ഫ്രണ്ട് ആനന്ദും അവിടെ ആ കുട്ടിയുടെ നോട്ട്ബുക്കൊക്കെ നോക്കി അവന്റെ ഡയറിയിൽ നിന്ന് ആ കുട്ടിയുടെ അഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ രാഗയെ പറ്റിയുള്ള സത്യങ്ങൾ അറിയണമെങ്കിൽ, ആ ശേഖരന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ ആ കുട്ടിയുടെ അമ്മയെ കണ്ട് സംസാരിക്കണമെന്ന് കരുതി ഇപ്പോൾ നേരെ രാഗയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് വരികയാണ്. നായിക അവരോട് നിങ്ങളുടെ കുട്ടിയുടെ സ്കൂളിൽ തന്നെയാണ് എൻ്റെ കുട്ടിയും പഠിക്കുന്നത് എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞ് വീടിനുള്ളിലേക്ക് കയറാൻ നോക്കുന്നു. എന്നാൽ അതവിടെ രാഗയുടെ അനിയത്തി കണ്ടുപിടിക്കുന്നുണ്ട്. ആരാണ് നീ, സത്യം പറയാന്ന് പറഞ്ഞ് നായികയെ അടിക്കാൻ വരുന്നു. ഇപ്പോൾ തിരിച്ച നായികയും അവിടെ അടിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരേ ഒരു സത്യമേ ചോദിക്കുന്നുള്ളൂ, ദയവായി അത് പറഞ്ഞു തരണം. നിങ്ങളുടെ കൂടെ എനിക്ക് വഴക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും മാറി മാറി അടിക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും രാഗയുടെ അനിയത്തിയുടെ മകനുണ്ടല്ലോ, അവൻ വീട്ടിലേക്ക് തിരികെ എത്താണ്. ആ കുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ രണ്ടുപേരും സമാധാനമായി ചിരിച്ച് സംസാരിക്കുന്നതായി അഭിനയിക്കുന്നു. ഇപ്പൊ നമ്മുടെ നായികയുടെ ഫ്രണ്ട് ആനന്ദ് വീട്ടിലേക്ക് വരികയാണ്. അതിനുശേഷമാണ് അവിടെ രാഗയുടെ അനിയത്തി ചില സത്യങ്ങൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന അതേ യൂണിക്കോൺ കമ്പനിയിൽ തന്നെയാണ് പണ്ട് ഞാൻ ആ സിദ്ധാർത്ഥന്റെ അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്നത്. അവിടെ പല വിപരീത സംഭവങ്ങളും നടന്നു. നീ അന്വേഷിച്ചു വന്നില്ലേ ശേഖർ, അയാളപ്പോ ആ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ആ കമ്പനിയിൽ സാവന്തിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയും സ്നേഹിച്ചിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടിയോട് തന്നെ അയാൾ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് അവന്റെ മേലൊരു കേസ് കൊടുത്തു. ആ കേസ് കൊടുത്ത അടുത്ത ദിവസം തന്നെ അവന്റെ ജീവിതം അവൻ അവസാനിപ്പിച്ചു. അവൻ പോയതിനു ശേഷം അവന്റെ കാമുകി ആ സാവന്തിക ആ കമ്പനിയുടെ ഓണറായ സിദ്ധാർത്ഥിനെ തന്നെ കല്യാണം കഴിച്ചു. അതിനുശേഷം സാവന്തികയെ ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അവരെങ്ങോട്ടേക്കാണ് പോയതെന്ന് ആ സിദ്ധാർത്ഥിന് മാത്രമേ അറിയൂ എന്നവിടെ അവർ പറയുന്നുണ്ട്. അതുപോലെ ആ സിദ്ധാർത്ഥിനോട് നിങ്ങൾക്ക് അത്ര എളുപ്പത്തിലൊന്നും അടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ആ കമ്പനിയുടെ മറ്റൊരു മുഖം എന്താണെന്ന് അറിയാമോ? കമ്പനിയുടെ ഉള്ളിലുള്ള സുന്ദരികളായ പെൺകുട്ടികളെല്ലാം ആ സിദ്ധാർത്ഥ് ടാർഗറ്റ് ചെയ്ത് അവരോട് വളരെ മോശമായി പെരുമാറും. അങ്ങനെ എന്നോടും അവൻ മോശമായി പെരുമാറിയിട്ടുണ്ട്. ഒരുപാട് പേര് ഈ വിവരം പുറത്തു പറയാൻ കഴിയാതെ കമ്പനി വിട്ട് തന്നെ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് നായികയ്ക്ക് മനസ്സിലാവുന്നത് ഇവരുടെ പഴയ കമ്പനിയിലേക്ക് ഒരു മാഡം ഈ യൂണിക്കോൺ കമ്പനിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവരിതുകൊണ്ടാണ് വന്നത് എന്ന്. നിങ്ങൾ ആ സാവന്തികയെ അന്വേഷിക്കാതെ ശേഖരന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ആ സിദ്ധാർത്ഥിനോട് ചേർന്ന് ഇടപഴകണം. എന്നാൽ അവനോടൊപ്പം ചേർന്ന് ഇടപഴകുന്നതും കിണറ്റിൽ പോയി വീഴുന്നതും ഒന്നാണ്. ആലോചിച്ച് തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ പറഞ്ഞു തീർക്കുന്നു. കട്ട് ചെയ്താൽ സിദ്ധാർത്ഥിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ നായികയെ യൂണിക്കോൺ കമ്പനിയിൽ വന്നപ്പോൾ ഒരു പെൺകുട്ടി ഇന്റർവ്യൂ ചെയ്തിരുന്നില്ലേ, ആ പെൺകുട്ടി ഇപ്പോൾ സിദ്ധാർത്ഥിനോട് കുറച്ച് അടുപ്പത്തിലാണ്. അതേസമയം ഇവിടെ നമ്മുടെ നായികയുണ്ടല്ലോ ഈ സിദ്ധാർത്ഥിനെ മയക്കണം എന്നൊരു തീരുമാനം എടുക്കുന്നു. അതിനുവേണ്ടി തന്നെ വളരെ മോഡേൺ ആയ ഡ്രസ്സൊക്കെ ധരിച്ച് ഇപ്പോൾ അവർ ഓഫീസിലേക്ക് വരികയാണ്. അങ്ങനെ നായിക വളരെ മോഡേൺ ആയി വരുന്നത് ആ ഓഫീസിലുള്ള എല്ലാവരും അതിശയത്തോടെ നോക്കുകയാണ്. നായികയുടെ ഓഫീസിൽ പല്ലവി എന്നൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പെൺകുട്ടി വളരെ നല്ല പെൺകുട്ടിയാണ്. അവരും നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടുന്നത്, നീയും മറ്റുള്ളവരെ പോലെ മാറിയോ എന്ന് അവരവിടെ ചിന്തിക്കുകയാണ്. അങ്ങനെ ആ സിദ്ധാർത്ഥ ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ മനഃപൂർവ്വം നമ്മുടെ നായിക സിദ്ധാർത്ഥിനെതിരെ നടക്കുകയാണ്. അപ്പോൾ നായികയുടെ സൗന്ദര്യത്തിൽ ആ ഓണർ സിദ്ധാർത്ഥും മയങ്ങിപ്പോവാണ്.
അതേസമയം സിദ്ധാർത്ഥന്റെ അസിസ്റ്റന്റ് ആ രാഗയും വന്ന് ഇന്നലെ എൻ്റെ അനിയത്തിന്റെ വീട്ടിലേക്ക് ഏതോ അപരിചിതർ വന്ന് നിങ്ങളെപ്പറ്റി ഡീറ്റെയിൽസ് ഒക്കെ അവളോട് ചോദിച്ചിട്ടുണ്ട്, അതാരാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ അത് ആരാണെന്ന് കണ്ടുപിടിക്കുക, നമ്മളെ പറ്റി ആരാണ് അങ്ങനെ ചോദിച്ചിട്ട് പോയത് എന്ന് സിദ്ധാർത്ഥും അന്വേഷിക്കാൻ പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ നായികയുടെ പഴയ ഓഫീസിൽ ആ മാഡം ഉണ്ടല്ലോ മൗഷ്മി, അവരുടെ അടുത്ത് വന്ന് നമ്മുടെ ആനന്ദ് നമ്മുടെ നായികയുമായി ചേർന്ന് കണ്ടുപിടിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് വട്ടാണോ, ആ സിദ്ധാർത്ഥന്റെ വഴിക്കൊന്നും പോകാൻ നിൽക്കണ്ട, യൂണിക്കോൺ കമ്പനിയിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടും അവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവളോട് എന്നെ വന്നൊന്ന് കാണാൻ പറ, അവളോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് ആ മാഡം പറയാണ്. ഇപ്പോൾ നമ്മുടെ നായിക അവരുടെ വീട്ടിലേക്ക് തിരികെ എത്തുന്നു. നമ്മുടെ നായികയെ ഇപ്പോൾ കാണാൻ അവരുടെ കൂട്ടുകാരികൾ വന്നിട്ടുണ്ട്. അങ്ങനെ അതിലൊരു കൂട്ടുകാരിക്ക് കുട്ടി ജനിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് നായിക സന്തോഷിക്കുമ്പോൾ അപ്പോൾ അവളുടെ മനസ്സിൽ നമ്മളും ആ ശേഖരേട്ടനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നേനെ എന്ന് അവൾക്കുള്ളിൽ ഒരു സങ്കടം വരെയാണ്. ഇപ്പോൾ രാത്രി നമ്മുടെ രാഗയുടെ അനിയത്തിയെ കാണാൻ സിദ്ധാർത്ഥ് വരുന്നു. അങ്ങനെ അവരുടെ കുട്ടിക്ക് ചോക്ലേറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ ആ കുട്ടിയെ ആ സ്ത്രീ അവരുടെ റൂമിനുള്ളിലാക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ അടുത്തേക്ക് സിദ്ധാർത്ഥ് വന്ന്, നിന്റെ അടുത്ത് വന്നിട്ട് എത്ര നാളായി, അവസാനമായി നീ വർക്ക് ചെയ്യുമ്പോഴാണ് വന്നത്, ശരി നിന്നെ വന്ന് ആരോ കണ്ടു എന്ന് പറഞ്ഞല്ലോ, എന്നെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ ചോദിച്ചു എന്നും പറഞ്ഞല്ലോ, അതാരാണ് എന്ന് ചോദിക്കുകയാണ്. ആ സ്ത്രീയും എനിക്കത് ആരാണെന്ന് അറിയില്ല, ഞാൻ നിന്നെ പറ്റി യാതൊന്നും പറഞ്ഞിട്ടില്ല, ദയവായി എന്നെ വിട്, ഞാൻ സമാധാനമായി ജീവിക്കണമെന്ന് കരുതാണ് എന്നവിടെ കരഞ്ഞു പറയാണ്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, എന്നെ പറ്റി എന്തെങ്കിലും നീ പുറത്തു പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അപ്പൊ കാണാം എന്ന് ആ സ്ത്രീയോട് ഭീഷണിപ്പെടുത്തിയിട്ട് സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ അടുത്ത ദിവസവും ആ സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് വരുമ്പോൾ അടുത്ത ദിവസവും നമ്മുടെ നായിക വളരെ അട്രാക്റ്റീവായ ഒരു ഡ്രസ്സ് ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന സിദ്ധാർത്ഥിനും വീണ്ടും നായികയോട് ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ അവന്റെ ക്യാബിനിലേക്ക് നമ്മുടെ നായികയെ വിളിക്കുകയാണ്. ഇവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്ന അവന്റെ ഉള്ളിൽ ഒരു ചിന്ത. അവിടെ കുറച്ചൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്, നിന്റെ ഉള്ളിലുള്ള ഒരുപാട് പൊട്ടൻഷ്യൽ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് കരുതുന്നുണ്ട്, ഇന്ന് നമുക്കൊരു സെമിനാർ ഉണ്ടല്ലോ, അതിൽ നീ തന്നെ പ്രസന്റേഷൻ ചെയ്യ് എന്ന് നായികയ്ക്ക് ഒരു അവസരം കൊടുക്കുന്നു. അങ്ങനെ ആ പ്രസന്റേഷനെ പറ്റി നായികയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നായികയുടെ അടുത്തേക്ക് വരികയാണ്. ഈ സിദ്ധാർത്ഥ അടുത്തേക്ക് വരുന്നത് നായികയ്ക്കും അറിയാം, എന്നാലും സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായി കാണിക്കുന്നു. അപ്പോൾ ആ ക്യാബിനിലേക്ക് ഈ സിദ്ധാർത്ഥനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ വരികയാണ്. അവർക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഈ പെൺകുട്ടി എൻ്റെ അസിസ്റ്റന്റ് ആണ്, നീ എന്നെ വിട്ടിട്ട് ഇവളോട് പ്രസന്റേഷൻ ചെയ്യാൻ പറയാണോ എന്ന് സിദ്ധാർത്ഥനോട് വഴക്കുണ്ടാക്കുന്നു. എന്നാൽ സിദ്ധാർത്ഥാണെങ്കിൽ ഇപ്പോൾ അവരെ കാറ്റിൽ പറത്തിയിട്ട് വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ഇവിടെ പറയണ്ട, ഞാനാണ് ഇവിടെ തീരുമാനം എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ നായികയുമായി ടൈം സ്പെൻഡ് ചെയ്യുന്നതായി കാണിക്കുന്നു. അങ്ങനെ നമ്മുടെ നായികയും ആ പ്രസന്റേഷൻ ചെയ്യാണ്, അതും സൂപ്പറായി തന്നെ ചെയ്യുന്നുണ്ട്. സിദ്ധാർത്ഥ കൂടുതൽ ഇംപ്രസ്ഡ് ആവുന്നു. ഇപ്പോൾ രാത്രി നമ്മുടെ നായിക അവരുടെ ഫ്രണ്ട് ആനന്ദിനോടൊപ്പം ഒരു ജ്യൂസ് കടയിൽ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വഴിക്ക് നമ്മുടെ സിദ്ധാർത്ഥന്റെ കാറ് വരാണ്. വളരെ വൈകി, ഞാൻ വേണമെങ്കിൽ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ നായികയോട് അവൻ ചോദിക്കുകയാണ്. നായികയും അതിന് ശരി എന്ന് പറഞ്ഞ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കാറിൽ കയറാണ്. ഇതൊക്കെ ആനന്ദിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ആനന്ദിന് ഇപ്പോൾ അവൾ ആ സിദ്ധാർത്ഥിനെ മയക്കുകയാണ് എന്നൊരു കാര്യമൊന്നും അറിയില്ലല്ലോ. ഇത് തന്നെ ആ വഴിയായി വരുന്ന ആ മാഡവും കാണുന്നുണ്ട്. അവൾ എന്തിനാണ് ഈ സിദ്ധാർത്ഥിനോടൊപ്പം പോകുന്നത്, ഞാൻ റിസ്ക് ആണെന്ന് പറഞ്ഞിട്ടും അവൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കരുതി ഉടനെ ആ പെൺകുട്ടിയെ പോയി കൂട്ടിക്കൊണ്ടുവരാനും പറയുന്നു. ഇവിടെ സിദ്ധാർത്ഥും അവന്റെ കാറിലിരുന്നിട്ട്, എനിക്ക് ഈ പാവങ്ങളെ ഒന്നും ഒട്ടും പിടിക്കില്ല, എപ്പം നോക്കിയാലും ഞങ്ങൾ പാവങ്ങളാണെന്ന് പറഞ്ഞ് അത് തന്നെ പറഞ്ഞ് അവർ താഴെ തന്നെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുന്നു. അതും അവിടെ നമ്മുടെ നായിക ആസ്വദിക്കുന്നതായി അഭിനയിക്കുന്നു. ഒരു ഘട്ടത്തിൽ നായികയോടും, നിനക്ക് മലനിരകളാണോ ഇഷ്ടം അതോ കടലാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നു. എന്നാൽ നായികയുടെ ഭാഗത്ത് നിന്ന് അതിനൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നായികയുടെ വീട്ടിൽ സിദ്ധാർത്ഥ ഇറക്കി വിട്ടിട്ട് പോവാണ്. അങ്ങനെ വീടിനുള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് നായികയെ വന്ന് അവളുടെ ഫ്രണ്ട് ആനന്ദ് തടയുന്നു. നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്, നിന്റെ പഴയ കമ്പനിയിലെ ആ മാഡം അവരുടെ വീട്ടിലേക്ക് നിന്നോട് വരാൻ പറഞ്ഞു. പോകാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ മാഡത്തിന്റെ വീട്ടിലേക്ക് നായിക വരുന്നു. എന്നോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് പറ എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് നിന്റെ ശേഖരേട്ടനെ പറ്റി അറിയണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ, അവനെ പറ്റി ഞാനൊരു സത്യം പറയാം എന്ന് പറഞ്ഞ് ശരിക്കും ആ ശേഖരേട്ടന് എന്ത് സംഭവിച്ചു എന്ന് അവിടെ നമ്മുടെ മൗഷ്മി മാഡം പറയാണ്. 2020 ശേഖർ തന്റെ കാമുകിയായ സാവന്തികയോടൊപ്പമാണ് ഈ യൂണിക്കോൺ കമ്പനിയിൽ വന്നു ചേർന്നത്. ശേഖർ വളരെ കഴിവുള്ളവനാണ്. 2019 തന്നെ AI പറ്റി മനസ്സിലാക്കി അതിനെപ്പറ്റി കമ്പനിക്ക് ഒരു പ്രൊജക്റ്റും ചെയ്തു കൊടുത്തു. എന്നാൽ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ സാവന്തിക വളരെ സ്വാർത്ഥിയാണ്. പേരും പ്രശസ്തിയും അവൾക്ക് തന്നെ കിട്ടണമെന്ന് അവൾ കരുതി. പ്രധാനമായും അവൾക്ക് ഈ പണക്കാരുടെ ലൈഫ് സ്റ്റൈൽ, ആഡംബരമായി ജീവിക്കുന്നതൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് എപ്പോഴും ഈ ഓഫീസിലേക്ക് ഒരു വലിയ കാറിൽ വന്നിറങ്ങുന്ന ഓഫീസിന്റെ ഓണർ സിദ്ധാർത്ഥിനെ കാണാൻ തുടങ്ങിയത്. അങ്ങനെ ശേഖരനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കുറച്ചായി ഒരു വഴി വെട്ടുന്നുണ്ട്. ഒരു ദിവസം ശേഖർ അറ്റൻഡ് ചെയ്ത ഒരു വലിയ പ്രൊജക്ട് പ്രസന്റേഷൻ വന്നു. അത് ആ കമ്പനിയുടെ ഓണർ സിദ്ധാർത്ഥിന്റെ മുന്നിലാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്.
എന്നാൽ സിദ്ധാർത്ഥിനും ശേഖരേട്ടന്റെ കാമുകി ഈ സാവന്തികയോട് ഒരു താല്പര്യമുള്ളത് കൊണ്ട് അയാൾ ശേഖരനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് സാവന്തികയോട് പ്രസന്റേഷൻ ചെയ്യാൻ പറഞ്ഞു. സാവന്തികയും ആ സ്ഥലത്ത് ആ പ്രൊജക്ട് താൻ തന്നെ ചെയ്തതുപോലെ സിദ്ധാർത്ഥിന്റെ മുമ്പ് കാണിച്ചു. ഇതിൽ നമ്മുടെ ശേഖർ പൂർണ്ണമായും തകർന്നുപോയി. ഇതിനെക്കുറിച്ച് ആ സിദ്ധാർത്ഥിനോട് സംസാരിക്കാൻ ശേഖർ സിദ്ധാർത്ഥിന്റെ ക്യാബിനിലേക്ക് വന്നു. എന്നാൽ അവിടെ അവന്റെ കാമുകി സാവന്തിക സിദ്ധാർത്ഥിന്റെ അടുത്ത് ചേർന്നിരുന്ന് ഒരുമാതിരി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ കുറച്ച് ശേഖർ അസ്വസ്ഥനായി. സാവന്തിക ആ ക്യാബിനിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം നീ ചെയ്യുന്നത് ശരിയല്ല, നീ തെറ്റായ വഴിയിലേക്കാണ് പോകുന്നത് എന്ന് ശേഖർ എത്രയോ തവണ മുന്നറിയിപ്പ് നൽകി. എന്നാൽ അത് സാവന്തിക കേൾക്കുന്ന ഭാവം പോലുമില്ല. ഒരു ദിവസം സാവന്തികയുടെ പിറന്നാൾ വരുന്നു. അവൾക്ക് കേക്ക് മുറിക്കാൻ വേണ്ടി അവളുടെ കാമുകൻ ശേഖർ തന്നെയാണ് ഒരു വലിയ കേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നത്. എന്നാൽ സാവന്തിക ആ കേക്ക് മുറിച്ച് അവളുടെ കാമുകൻ ശേഖറിന് നൽകാതെ സിദ്ധാർത്ഥനാണ് നൽകിയത്. ഇതിൽ വീണ്ടും ശേഖറിന് ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെ ഈ രണ്ട് കാമുകന്മാർക്കും ഇടയിൽ നടക്കുന്ന പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് കരുതി. അങ്ങനെ ശേഖർ സാവന്തിക രണ്ടുപേരെയും ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഒരു പാർട്ടി വെച്ചു. അവിടെയും സാവന്തികയെ ഇംപ്രസ് ചെയ്യണമെന്ന് കരുതി ശേഖരേട്ടൻ ഒരു പുസ്തകം സമ്മാനമായി കൊടുത്തു. എന്നാൽ അത് അവിടെ വെച്ച് തന്നെ ആ സാവന്തിക വലിച്ചെറിഞ്ഞിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇനിയും പഴയ രീതിയിൽ പുസ്തകം കൊടുക്കുന്നതൊക്കെ ഒരു ഗിഫ്റ്റാണോ എന്ന് പറഞ്ഞ് ശേഖരനെ അപമാനിച്ചു. അതിനുശേഷമാണ് ശേഖറിന്റെ ചെവിയിൽ വന്ന് അവൾ എന്തോ ഒരു കാര്യം പറഞ്ഞത്. അതിൽ ശേഖരേട്ടന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവിടെ വെച്ച് തന്നെ ആ പെൺകുട്ടിയെ തല്ലി എന്ന് ഈ മാഡം പറയാണ്. ഇത് കേൾക്കുന്ന നായികയും ഇതിന് സാധ്യതയില്ല, ശേഖരേട്ടൻ പെൺകുട്ടികളെ ബഹുമാനിക്കുന്നവരാണ്, പെൺകുട്ടികളെ എങ്ങനെ കൈവച്ച് അടിക്കുമെന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയാണ് കണ്ടത്. അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നു. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ആ സാവന്തിക എറിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാവന്തികയുടെ അടുത്തായിട്ട് ഈ ഓണർ സിദ്ധാർത്ഥും നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ പോലീസുകാരുടെ അടിയേറ്റ് ശേഖർ താഴെ വേദന കൊണ്ട് പെടയുകയായിരുന്നു. എന്താണെന്ന് ചോദിച്ചതിന് ഈ ശേഖർ സാവന്തികയോട് മോശമായി പെരുമാറിയത്രേ. അത് ഈ സിദ്ധാർത്ഥ് കണ്ട് പോലീസിൽ പിടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവന്റെ മേൽ അങ്ങനെ ഒരു കേസ് വന്നത്. ഈ സംഭവം നടന്ന അതേ ദിവസം തന്നെയാണ് ശേഖർ അവന്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ചത് എന്ന് അവരവിടെ പറയുന്നു. അപ്പോഴാണ് നായികയ്ക്ക് മറ്റൊരു സംഭവം ഓർമ്മ വരുന്നത്. നമ്മുടെ നായിക ആ സമയം +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സംഭവം നടന്നതിന് ശേഷം ശേഖർ നമ്മുടെ നായികയോട് വന്ന് ഒരു സത്യം പറയുന്നില്ലേ. എന്നാൽ നായികയ്ക്ക് നേരത്തെ തന്നെ ശേഖറിന് ഈ സാവന്തികയുമായി പ്രണയമുണ്ടെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നവൻ പറയാൻ വന്നത് കേൾക്കാതെ തന്നെ അവിടെ നിന്ന് പോയിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഓർത്തു നോക്കിയിട്ട് എടുത്തു ചാടിയല്ലോ എന്ന് പറഞ്ഞ അവളും കരയുന്നുണ്ട്. ഇപ്പോൾ ആ മാഡവും നമ്മൾ സോളങ്കി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണണം. സോളങ്കി ആരാണെന്ന് വെച്ചാൽ ആ ശേഖറിന്റെ വലങ്കൈയായ ആ രാഗയുടെ അനിയത്തി തന്നെയാണ്. കാരണം അവളും പല വർഷമായി സിദ്ധാർത്ഥിന്റെ PA ആയിരുന്നു. അവളോട് ഇനിയും ആഴത്തിൽ ചോദിച്ചാൽ സിദ്ധാർത്ഥിനെ പറ്റി പല കാര്യങ്ങളും പുറത്തു വരും എന്ന് പറയുന്നു. ഇതേ സമയത്താണ് നമ്മുടെ നായിക സിദ്ധാർത്ഥിനോട് ചേർന്ന് ഇടപഴകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ആ സിദ്ധാർത്ഥ് നമ്മുടെ നായികയ്ക്ക് മലനിരകളാണ് ഇഷ്ടം എന്ന് കേട്ട ഉടനെ രണ്ടുപേർക്കും ഡാർജിലിംഗിലേക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഈ സിദ്ധാർത്ഥിനോടൊപ്പം നമ്മൾ ഡാർജിലിംഗിലേക്ക് പോയാൽ അവിടെ നമ്മുടെ ശേഖരേട്ടന്റെ കാമുകി സാവന്തിക എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ശേഖരേട്ടനും എന്താണ് സംഭവിച്ചത്, ആരാണ് കാരണം എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതി ഇപ്പോൾ നമ്മുടെ നായികയും ആ സിദ്ധാർത്ഥിനോടൊപ്പം ഡാർജിലിംഗിൽ വന്നിറങ്ങുന്നു. ഇപ്പോൾ നമ്മുടെ നായിക ഡാർജിലിംഗിലേക്ക് പോയ വിവരവും അവളുടെ ഫ്രണ്ട് ആനന്ദും ആ മാഡവും അറിയാണ്. എങ്ങനെയെങ്കിലും അവളെ ഡാർജിലിംഗിൽ നിന്ന് രക്ഷിക്കണമെന്ന് അവർ കരുതുന്നു. ഇവിടെ നമ്മുടെ നായികയെ ഈ സിദ്ധാർത്ഥ് ഒരു വലിയ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. രാത്രി നമ്മൾ രണ്ടുപേരും ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്നും പറയുന്നു. പകൽ എനിക്ക് ചില ജോലികളൊക്കെ ഉണ്ട്, ഞാൻ പോയി അത് തീർത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായികയുടെ റൂമിൽ ഫ്രഷ് ആവാനും പറയുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥ് പകൽ ആ ഡാർജിലിംഗിൽ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് നായിക അറിയണമെന്ന് കരുതാണ്. അങ്ങനെ ആ സിദ്ധാർത്ഥിനെ അവിടെ ഒരു ടാക്സി വിളിച്ച് ഫോളോ ചെയ്ത് പോവാണ്. അവൻ നേരെ ഡാർജിലിംഗിലുള്ള അവന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വരാണ്. ആ സ്ഥലത്താണ് സിദ്ധാർത്ഥ് ചില വർഷങ്ങൾക്ക് മുമ്പ് ശേഖരേട്ടന്റെ കാമുകിയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിരുന്നില്ലേ. ആ കാമുകി സാവന്തികയെ ഈ വീട്ടിൽ സിദ്ധാർത്ഥ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് നമ്മുടെ നായിക കാണുന്നുണ്ട്. അവൾക്ക് വലിയ ഷോക്ക് ആവുന്നുണ്ട്. ആ സാവന്തികയും സിദ്ധാർത്ഥിനോട് വന്നിട്ട് എത്ര ദിവസമായി എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നു, എനിക്ക് എൻ്റെ നാടായ കൽക്കട്ടയിലേക്ക് പോകണം, എൻ്റെ അച്ഛനെയും അമ്മയും കാണണം, പുറത്ത് വിടുക എന്ന് പറയുമ്പോൾ നീ ഇവിടെ തന്നെ നിൽക്കണം, ഇവിടെ നിന്ന് പുറത്തു പോയാൽ നീ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇത് കാണുന്ന നായികയ്ക്കും അവിടെ ഭയങ്കരമായ പേടി വരുന്നു. അങ്ങനെ ആ സ്ഥലത്ത് സാവന്തികയെ സുരക്ഷിതമായി നോക്കാൻ മാർത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. ഇപ്പോൾ ആ മാർത്തയെ വന്ന് നമ്മുടെ നായിക അടിച്ചിട്ട് താൻ മാർത്തയുടെ മരുമകളാണെന്ന് പറഞ്ഞ് അവൾ ആ ഗസ്റ്റ് ഹൗസിനുള്ളിലേക്കും കയറുന്നു. അങ്ങനെ ഗസ്റ്റ് ഹൗസിനുള്ളിൽ വന്ന് അവിടെയുള്ള സാവന്തികയെയും നമ്മുടെ നായിക കാണുന്നുണ്ട്. നായികയെ കണ്ട ഉടനെ തന്നെ സാവന്തികയെയും തിരിച്ചറിയുന്നുണ്ട്. നേരത്തെ ഇവർ ശേഖറിനെ സ്നേഹിച്ചപ്പോൾ ശേഖർ വന്ന് നമ്മുടെ നായികയോട് ഇവരെ പരിചയപ്പെടുത്തിയിരുന്നല്ലോ. അങ്ങനെ സാവന്തികയ്ക്കും ഇപ്പോൾ നമ്മുടെ നായികയോട് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. ഈ വീടിന് ചുറ്റും ക്യാമറയുണ്ട്. അതുമല്ലാതെ ഇവിടെയുള്ള ആളുകളൊക്കെ അയാളുടെ ആളുകളാണെന്ന് പറഞ്ഞ് 3 മണിക്ക് എന്നെ ടോയ് ട്രെയിനിൽ വന്ന് മീറ്റ് ചെയ്യുക എന്നൊരു കോഡ് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്.
അതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോഴാണ് നായികയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇവരുടെ മൊബൈലിലേക്ക് കുറച്ചു നാൾ മുമ്പ് ഡാർജിലിംഗിലേക്ക് വാ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നിരുന്നില്ലേ, അത് ഈ സ്ത്രീ തന്നെയാണ് അയച്ചതെന്ന കാര്യം അപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് 3 മണിക്ക് വന്ന് ആ ടോയ് ട്രെയിനിൽ വെച്ച് ഇപ്പോൾ സാവന്തികയെ നമ്മുടെ നായിക കാണുകയാണ്. സത്യത്തിൽ സാവന്തിക ഇപ്പോൾ ആ ഗസ്റ്റ് ഹൗസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു 4 വർഷത്തിന് മുമ്പ് ഞാൻ ശേഖരനെ സ്നേഹിച്ചിരുന്നു. അപ്പോഴാണ് സിദ്ധാർത്ഥനെ കണ്ടത്. അവന്റെ പണവും പ്രതാപവും ഒക്കെ കണ്ട് അവനെ സ്നേഹിച്ചു. അവനും എന്നെ സ്നേഹിക്കുന്നതായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ശേഖരേട്ടനെ ചതിച്ചു. അതിൽ അയാൾ തകർന്നുപോയി സ്വന്തം ജീവിതം തന്നെ അവസാനിപ്പിച്ചു. അതിനുശേഷം സിദ്ധാർത്ഥനെ കല്യാണം കഴിക്കാം എന്ന് വിചാരിച്ചു. ഒരു ദിവസം സിദ്ധാർത്ഥന്റെ ക്യാബിനിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന മറ്റൊരു പെൺകുട്ടിയുമായി അവനൊരു ബന്ധമുണ്ടാക്കി ആ പെൺകുട്ടിയെ വീഡിയോ എടുത്ത് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നേരിട്ട് കണ്ടു. അപ്പോഴാണ് അവൻ ഈ രീതിയിൽ പെൺകുട്ടികളെല്ലാം ക്രൂരമായി പീഡിപ്പിക്കുന്നവനാണെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ എന്നിട്ടും അതൊക്കെ ക്ഷമിച്ചിട്ട് ഇതിനുശേഷം എനിക്ക് സത്യസന്ധമായി ജീവിക്കണം, എന്നെ കല്യാണം കഴിക്കുക എന്ന് അവനോട് ചോദിച്ചിരുന്നു. അവൻ എന്നെ കല്യാണം കഴിക്കുന്നതായി പറഞ്ഞ് പറ്റിച്ച് കല്യാണം കഴിച്ച് നേരെ ഈ ഗസ്റ്റ് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ ആ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഞാൻ പുറത്തു പോയാൽ നിന്നെ കൽക്കത്തയിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, ആ ശേഖരേട്ടൻ മരിച്ചു തന്നെ നീ കാരണമാണ് എന്ന് പറഞ്ഞ് എൻ്റെ മേലെ കുറ്റം ചുമത്തി എന്നെ ഇവിടെ തന്നെ ലോക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ പല സത്യങ്ങളും പറയുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ആനന്ദില്ലേ, അവനും ആ മാഡവും ഇപ്പോൾ രാഗയുടെ അനിയത്തിയെ വന്ന് കാണാണ്. അവരോട് വിശദമായി ചോദിക്കുമ്പോഴാണ് അവർ സ്വന്തം ചേട്ടന് പോലും അറിയാത്ത ഒരു സത്യം പറയുന്നത്. സത്യത്തിൽ അവൾക്കൊരു മകനില്ലേ, ആ മകൻ പാണ്ഡെ എന്ന് പറയുന്ന ഒരാൾക്ക് ജനിച്ചവനല്ല. അവൻ സത്യമായിട്ടും ഈ സിദ്ധാർത്ഥിന് ജനിച്ചവൻ തന്നെയാണ്. ഞാൻ സിദ്ധാർത്ഥിന്റെ കൂടെ PA ആയിരിക്കുമ്പോൾ ആ സിദ്ധാർത്ഥ് എന്നോട് മോശമായിട്ട് പെരുമാറി. എന്നാൽ അങ്ങനെ പെരുമാറിയിട്ട് അത് എൻ്റെ ചേട്ടനോട് പറയാതിരിക്കാൻ എന്നെ ചില വീഡിയോകളൊക്കെ എടുത്ത് വെച്ച് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് എൻ്റെ ചേട്ടനോട് പാണ്ഡെയാണ് ഇതൊക്കെ ചെയ്തത്, എൻ്റെ വയറ്റിൽ വളരുന്ന കുട്ടിക്ക് പാണ്ഡെയാണ് അച്ഛൻ എന്ന് പറഞ്ഞു. അതിൽ എൻ്റെ ചേട്ടൻ ദേഷ്യപ്പെട്ട് പാണ്ഡെയെ സ്വന്തം കൈകൊണ്ട് അടിച്ചു കൊന്നു. അതിനുശേഷം എൻ്റെ ചേട്ടനെ സിദ്ധാർത്ഥ ജാമ്യത്തിൽ ഇറക്കുന്നതായി കാണിച്ച് എൻ്റെ ചേട്ടനെ അവന്റെ വിശ്വസ്തനാക്കി മാറ്റി എന്നൊക്കെ ഇപ്പോൾ ആ രാഗയുടെ അനിയത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ആനന്ദ്, ഇപ്പോൾ സിദ്ധാർത്ഥിനെ നശിപ്പിക്കണമെങ്കിൽ നിന്റെ ചേട്ടനോട് ഈ സത്യം പറഞ്ഞാൽ മതിയല്ലോ, അവൻ ആ സിദ്ധാർത്ഥിനെ നശിപ്പിച്ചോളുമല്ലോ എന്ന് പറഞ്ഞ് ഇവരൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. ഇവിടെ ട്രെയിനിലും നമ്മുടെ നായിക എന്നെപ്പറ്റി നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി, ഇവിടെ എങ്ങനെ എനിക്ക് മെസ്സേജ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് ഓർമ്മയുണ്ടോ എൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ച് നീ എൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പർ വാങ്ങി അവൾക്ക് ഫോൺ ചെയ്തൊരു കാര്യം ചോദിച്ചില്ലേ? അങ്ങനെ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഫോൺ ചെയ്ത് നിന്നെ പറ്റി പറഞ്ഞു. അതുവഴിയാണ് നിന്റെ നമ്പർ മനസ്സിലാക്കി നിനക്ക് ഞാൻ മെസ്സേജ് ചെയ്തത്. നീ വഴി എനിക്ക് മോചനം ലഭിക്കുമെന്ന് കരുതി എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിൽ ആ സ്ഥലത്തേക്ക് സിദ്ധാർത്ഥന്റെ ഗുണ്ടകളെല്ലാം വരുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിച്ചു, എന്നാൽ നീ ഇവിടെ നിന്ന് രക്ഷപ്പെട് എന്ന് പറഞ്ഞ നായികയെ അവിടെ നിന്ന് സാവന്തിക രക്ഷപ്പെടാൻ സഹായിക്കുന്നു. ഇപ്പോൾ സാവന്തികയും ആ ഗുണ്ടകളുടെ അടുത്ത് പെട്ട് നേരെ സിദ്ധാർത്ഥന്റെ ഫാം ഹൗസിലേക്ക് വരികയാണ്. സിദ്ധാർത്ഥും അവിടെ ഒരു തോക്കെടുത്ത് സാവന്തികയെ ഭീഷണിപ്പെടുത്തുന്നു. ഇനി നീ രക്ഷപ്പെടാമെന്ന് കരുതിയാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നു. നിനക്ക് എന്നെ കൊല്ലാമായിരുന്നെങ്കിൽ എപ്പോഴേ കൊന്നേനെ, എന്നെ കൊല്ലരുതെന്ന് കരുതിയിട്ടല്ലേ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് അവിടെ സിദ്ധാർത്ഥന്റെ വലങ്കയായ രാഗയോട് ഒരു സത്യം അവർ പറയുന്നു. രാഗ, നിന്റെ അനിയത്തിയെ ശരിക്കും ഗർഭിണിയാക്കിയത് ഈ സിദ്ധാർത്ഥാണ്. ഇനിയും അവൻ വീഡിയോ വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസമില്ലെങ്കിൽ നിന്റെ അനിയത്തിയോട് തന്നെ ചോദിക്ക് എന്ന് പറയുന്നു. അയ്യോ, ഇവള് സത്യം മൊത്തം തുറന്നു പറയാണല്ലോ എന്ന് കരുതി സിദ്ധാർത്ഥിന് ദേഷ്യം വന്നിട്ട് ഇപ്പോൾ ആ സാവന്തികയെ തോക്കുകൊണ്ട് വെടിവെക്കുകയാണ്. അങ്ങനെ സാവന്തിക അവിടെ മരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം രാഗിക്കും ഈ സിദ്ധാർത്ഥിന്റെ മേലൊരു സംശയം വരുന്നു. കട്ട് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ് നമ്മുടെ നായികയോടൊപ്പം ഒന്നിച്ചിരിക്കാമെന്ന് കരുതി നായികയുടെ റൂമിലേക്ക് വരുന്നു. നായികയും അവിടെ വെച്ച് തന്നെ ഈ സിദ്ധാർത്ഥിനെ കൊല്ലുമെന്ന് കരുതി ഒരു കത്തി എടുക്കുകയാണ്. എന്നാൽ അവിടെ നമ്മുടെ നായികയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ശേഖരേട്ടന്റെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞ്. അതിനു മുകളിൽ അവർക്ക് ഡാർജിലിംഗിൽ തുടരാൻ കഴിയാതെ ഇപ്പോൾ കൽക്കട്ടയിലേക്ക് തിരിച്ചെത്താണ്. അങ്ങനെ ശേഖരന്റെ അമ്മയുടെ അന്ത്യകർമ്മങ്ങളൊക്കെ നമ്മുടെ നായിക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീണ്ടും ഈ സിദ്ധാർത്ഥിന്റെ കഥ കഴിക്കണം എന്ന് നായികയ്ക്കുള്ളിൽ ഒരു വാശി വരികയാണ്. അന്ന് രാത്രി തന്നെ നമ്മുടെ സിദ്ധാർത്ഥിനെ കോൾ ചെയ്തിട്ട് ഇന്ന് നമുക്കൊരു റൂമിൽ ഒന്നിച്ചിരിക്കാം എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. അങ്ങനെ സിദ്ധാർത്ഥും ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ നായികയെ കൂട്ടിക്കൊണ്ടുവരുന്നു. മറ്റൊരു സ്ഥലത്ത് ഇവിടെ ആ മാഡം ഉണ്ടല്ലോ, അവരും ആനന്ദും ചേർന്ന് ഈ യൂണിക്കോൺ കമ്പനിയിൽ ഇരകളായ പെൺകുട്ടികളെല്ലാം ഒരുമിച്ച് ചേർത്ത് അവർ വഴി പോലീസിൽ ഒരു പരാതിയും ഫയൽ ചെയ്തിട്ട് ഈ സിദ്ധാർത്ഥിന്റെ മേൽ FIR ഇടാനും ഏർപ്പാട് ചെയ്യുന്നു. അങ്ങനെ ആ പോലീസിനെ കൂട്ടിക്കൊണ്ട് ഇപ്പോൾ ആ സിദ്ധാർത്ഥിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരൊരു വശത്ത് വരികയാണ്. മറുവശത്ത് ഈ സിദ്ധാർത്ഥിന്റെ ഗുണ്ട രാഗയും തന്റെ അനിയത്തിയെ കണ്ട് സത്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അവന്റെ അനിയത്തിയും അതേ സിദ്ധാർത്ഥ് തന്നെയാണ് എന്നോട് മോശമായി പെരുമാറിയത് എന്ന് മൊഴി കൊടുക്കുന്നു. ഇപ്പോൾ രാഗയ്ക്കും സിദ്ധാർത്ഥിന്റെ മേൽ ഭയങ്കരമായ ദേഷ്യം വന്ന് അവനെ കൊല്ലാൻ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ സിദ്ധാർത്ഥാണെങ്കിൽ അവന്റെ റൂമിൽ പോകും നമ്മുടെ നായികയോടൊപ്പം ഒന്നിച്ചിരിക്കാമെന്ന് പറഞ്ഞ് വരികയാണ്. എന്നാൽ അവിടെ നായികയും ഒരു തോക്കെടുത്ത് സിദ്ധാർത്ഥിന് നേരെ വെച്ചിട്ട്, എന്തിനാടാ എൻ്റെ ശേഖരേട്ടൻ്റെ മേൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്തത്? അവളുടെ കാമുകിക്ക് വേണ്ടി അന്യായമായി ശേഖരേട്ടനെ കൊന്നില്ലേടാ എന്ന് പറഞ്ഞ് അവൾ അവിടെ സിദ്ധാർത്ഥനെ കൊല്ലാൻ നോക്കുന്നു. അവിടെ വലിയൊരു സംഘർഷം തന്നെ പൊട്ടിത്തെറിക്കുകയാണ്.
ഓപ്പണിംഗ് സീനിൽ പോലും ഒരു കാമുകൻ കാമുകി വഴക്കിടുന്നതായി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇവർ രണ്ടുപേരുമാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും മാറി മാറി അടിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ശേഖരേട്ടനെ നമ്മുടെ നായികയുടെ കണ്ണിന്റെ മുമ്പിൽ സങ്കല്പമായി വരുന്നത്. നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ഹോളി ദിവസം എൻ്റെ നെറ്റിയിൽ നിങ്ങൾ നിറങ്ങൾ പുരട്ടുമ്പോൾ അതിൽ ഞാൻ കുങ്കുമം കലർത്തി വെച്ചിരുന്നു. നിങ്ങൾ അന്ന് തന്നെ എനിക്ക് പൊട്ടുകുത്തി തന്നു. ഞാൻ നിന്റെ ഭാര്യയാണെന്ന് അവിടെ നായിക സങ്കടത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന സിദ്ധാർത്ഥ ചിരിച്ചിട്ട് നായികയെ കൊല്ലാൻ വരുന്നു. അപ്പോൾ ആ സ്ഥലത്തേക്ക് രാഗ വന്ന് ഈ സിദ്ധാർത്ഥിനെ ക്രൂരമായി അടിക്കുന്നു. സിദ്ധാർത്ഥ ആണെങ്കിൽ നമ്മുടെ രാഗയും അടിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു തൃശൂലം കൊണ്ടുവന്ന് ഇതിനെല്ലാത്തിനും കാരണക്കാരനായ നമ്മുടെ സിദ്ധാർത്ഥിനെ അവിടെ നമ്മുടെ നായിക കുത്തിക്കൊല്ലുന്നതായും കാണിക്കുന്നു. അങ്ങനെ നായിക കൊന്നതിന് ശേഷം ആ സ്ഥലത്തേക്ക് പോലീസുകാർ വരുന്നതായും ഇപ്പോൾ പോലീസിന്റെ അടുത്ത് നമ്മുടെ നായിക ഞാൻ ചെയ്യണമെന്ന് കരുതിയ കാര്യം ചെയ്തു, നിങ്ങൾ നിയമപരമായി എന്നെ എന്ത് ചെയ്യണോ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് കീഴടങ്ങുന്നു. അങ്ങനെ ജീവന് തുല്യം സ്നേഹിച്ച ശേഖരേട്ടന് വേണ്ടിയിട്ടാണ് നായിക ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ നായിക ഇത് ചെയ്യുന്നത് വഴി അവിടെയുള്ള സ്ത്രീകൾക്കും മോചനം ലഭിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു സംഘർഷത്തോടെ ഈ സിനിമയുടെ കഥയും അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.